അതിരാവിലെ 3:30 മണിക്ക് ഒരു 7 വയസ്സുകാരനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ ഈ 7 വയസ്സുകാരനെ എത്തിച്ചത് അമ്മയും ചെറിയച്ഛനും കൂടിയാണ്. ഈ കുട്ടി സോഫയിൽ നിന്ന് വീണു പരിക്ക് പറ്റിയെന്നാണ് ഹോസ്പിറ്റലിൽ ഈ കുട്ടിയുടെ പാരൻസ് അറിയിച്ചത്. എന്നാൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറിന് സംശയമായി. കാരണം കുട്ടിയുടെ തലയിലും നെഞ്ചിലുമായിട്ട് ധാരാളം മുറിവുകളും ചതവുകളുമുണ്ട്. അങ്ങനെ ഡോക്ടർക്ക് മനസ്സിലാവുന്നു കുട്ടി സോഫയിൽ നിന്ന് താഴെ വീണു പരിക്ക് പറ്റിയതല്ല എന്ന്. സമയം കഴിയുന്തോറും ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടേയിരിക്കുന്നു. ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങൾ ഹോസ്പിറ്റലിലെ ഡോക്ടറും നഴ്സും ഈ കുട്ടിയുടെ പാരൻസിനോട്, അഞ്ജന എന്ന് പേരുള്ള അമ്മയോടും അരുൺ ആനന്ദ് എന്ന് പേരുള്ള ചെറിയച്ഛനോടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്. അങ്ങനെ അഞ്ജന പറയുന്നു കുട്ടി സ്റ്റെയർ കേസിൽ നിന്ന് താഴെ വീണതാണ് എന്ന്. എന്നാൽ ചെറിയച്ഛൻ അരുൺ ആനന്ദ് പറയുന്നു കുട്ടി വാഷ്റൂമിൽ തല തല്ലി വീണതാണ് എന്ന്. രണ്ടുപേരും 2 തരത്തിലാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ തൊടുപുഴയിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും വെന്റിലേറ്റർ സൗകര്യമുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഈ കുട്ടിയെ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഒരു ആംബുലൻസിൽ ഈ കുഞ്ഞിനെ കയറ്റുന്നു. ആംബുലൻസിൽ കയറാൻ വേണ്ടിയിട്ട് അമ്മയോടും ചെറിയച്ഛനോടും ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അറിയിക്കുന്നു. എന്നാൽ അവർ പറഞ്ഞത് ഞങ്ങൾ ആംബുലൻസിന്റെ പിറകെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആ ഹോസ്പിറ്റലിലേക്ക് കാറിൽ എത്തിക്കൊള്ളാമെന്ന്. ഇതും പോലീസും ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അംഗങ്ങളും കാണുന്നുണ്ട്. അവർക്ക് സംശയം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസ് വെന്റിലേറ്റർ സൗകര്യമുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഒരു എമർജൻസി സർജറി വേണമെന്നാണ് ഡോക്ടർ അറിയിച്ചത്. അതിനായിട്ട് അമ്മ അഞ്ജനയുടെ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. ഈ സിഗ്നേച്ചർ കൊടുക്കാനായിട്ടും അഞ്ജന സമയം വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 7 വയസ്സുള്ള ആര്യൻ എന്ന തൻ്റെ കുഞ്ഞ് മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണെന്ന് ആ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും സിഗ്നേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയുമായപ്പോൾ പോലീസ് ആ അമ്മയെയും ചെറിയച്ഛനെയും, അതായത് അഞ്ജനയെയും അരുൺ ആനന്ദിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് തെളിഞ്ഞത്. വെൽക്കം വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചോദ്യം ചെയ്യുന്ന സമയത്ത് അഞ്ജന പോലീസുകാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തൻ്റെ ഇളയ മകൻ വീട്ടിൽ തനിച്ചാണ്, അവനെ കാണാൻ പോകണമെന്ന്. ഉടനെ തന്നെ പോലീസുകാർ അഞ്ജനയുടെ പാരൻസിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ പാരൻസ് വന്ന് ആ വീട് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു വീട്ടിൽ 4 വയസ്സുള്ള ആരിഷ് എന്ന് പേരുള്ള ഈ 7 വയസ്സുകാരൻ്റെ അനിയൻ ആ വീട്ടിൽ തനിച്ചാണ്. അഞ്ജനയുടെ പാരൻസ് ആരിഷിന്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അതേ ദിവസം അരുൺ അങ്കിൾ തന്റെ ചേട്ടനെ ഒരുപാട് തല്ലിയിരുന്നു. അവസാനം ചേട്ടന് ബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് ഈ 4 വയസ്സുള്ള ആരിഷിനോട് സംസാരിച്ചപ്പോഴാണ് പോലീസിന് കാര്യങ്ങളുടെ ഏകദേശ രൂപം അങ്ങ് മനസ്സിലായത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ബിജു എന്ന എഞ്ചിനീയർ തൊടുപുഴയിലെ അഞ്ജന എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു. വളരെ സന്തോഷപൂർവമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത്. അതിനുശേഷം അവർക്ക് 2 മക്കളും കൂടി ജനിക്കുന്നു. മൂത്ത മകൻ ആര്യൻ, ഇളയ മകൻ ആരിഷ്. അതിനിടയിൽ അവർ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജനയുടെ നാടായ തൊടുപുഴയിലേക്ക് എത്തി അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കാർ മെക്കാനിക് വർക്ക്ഷോപ്പ് ആയിരുന്നു അവർ തുടങ്ങിയത്. ബിസിനസ് ആവശ്യത്തിനായി തൻ്റെ റിലേറ്റീവായ അരുൺ ആനന്ദിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ബിജു കടം വാങ്ങിയിരുന്നു. അതിനുശേഷം ബിജുവിന്റെ വീട്ടിലെ സ്ഥിര സന്ദർശകനായി മാറിയിരുന്നു അരുൺ ആനന്ദ്. തന്റെ റിലേറ്റീവ് ആണ്, തന്റെ അനിയനെ പോലെയാണ് എന്നൊക്കെ കരുതി ബിജു അരുൺ ആനന്ദിനെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ മറ്റൊരു തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അരുൺ ആനന്ദിന് അഞ്ജനയുമായിട്ട് അടുപ്പം തുടങ്ങുന്നു. ഈ ഒരു വിവരം ബിജു അറിയുന്നു. അങ്ങനെ ബിജു അരുൺ ആനന്ദിനോട് പറയുന്നു, നീ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് ഇനി വരരുത് എന്ന്. ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം കൃത്യം 1 മാസം കഴിഞ്ഞ് ബിജുവിന് ഒരു നെഞ്ചുവേദന ഉണ്ടാകുന്നു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ബിജുവിനെ അഞ്ജന എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബിജു മരണപ്പെട്ടു. അങ്ങനെ ബിജുവിന്റെ മരണത്തിന് ശേഷം ഏകദേശം 1
മാസം കഴിഞ്ഞ് അരുൺ ആനന്ദ് അഞ്ജനയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായി മാറി. അതിനുശേഷം ആ വീട്ടിൽ തന്നെയായി അരുൺ ആനന്ദിന്റെ താമസവും. അഞ്ജനയുടെ 2 മക്കളോടും അരുൺ ആനന്ദ് അമിതമായ സ്നേഹവും പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം 2018 അരുണിന്റെ ഒരു FB പോസ്റ്റ് എന്നത് ഈ 2 പിള്ളേരുടെ ഫോട്ടോയും വെച്ച് 2 ക്യൂട്ടസ്റ്റ് കിഡ്സ് ഇൻ ദ വേൾഡ് എന്നൊക്കെയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ഈ 2 പിള്ളേരോടുമുള്ള ഇഷ്ടം അരുൺ ആനന്ദിന് ഇല്ലാണ്ടായി. അവരോട് വളരെ ക്രൂരമായിട്ടായിരുന്നു ഇയാള് പെരുമാറിയിരുന്നത്. അഞ്ജനയുടെ ഭർത്താവ് ബിജു മരണപ്പെട്ട് ഏകദേശം 10 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മൂത്ത മകൻ ആര്യൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. ഇളയ മകൻ 4 വയസ്സുള്ള ആരിഷ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്നത്, സംഭവം നടന്ന ദിവസം സംഭവിച്ചത് വൈകുന്നേരം അരുണും അഞ്ജനയും ഈ 2 മക്കളും കൂടി പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവരെത്തിയത് ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിലേക്കായിരുന്നു. അവിടെ വെച്ച് അരുൺ നല്ലതുപോലെ മദ്യപിച്ചിരുന്നു. ഏകദേശം 1:30 മണിയായപ്പോൾ ഇവര് വീട്ടിൽ തിരിച്ചെത്തി. കുഞ്ഞുങ്ങൾ 2 പേരെയും വീട്ടിൽ വിട്ടിട്ട് അഞ്ജനയും ആനന്ദും തിരിച്ച് പുറത്തേക്ക് പോയി ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം വാങ്ങി ഇവർ വീട്ടിലെത്തുന്ന സമയത്ത് ഈ 2 പിള്ളേരും സോഫയിൽ കിടന്ന് ഉറക്കമായിരുന്നു. അപ്പോഴേക്കും ഇളയ മകൻ ആരിഷ് സോഫയിൽ കിടന്ന് യൂറിൻ പാസ് ചെയ്തു. ഇത് കണ്ട് അരുണിന് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അയാള് ആരിഷിനെ അടിച്ചു. അത് മാത്രമല്ല തൊട്ടടുത്ത് കിടക്കുന്ന ആരിഷിന്റെ ചേട്ടൻ ആര്യനെയും അടിച്ചു. അനിയൻ ആരിഷിനെ വാഷ്റൂമിൽ കൊണ്ടുചെന്ന് ഉറങ്ങാൻ പോയതാണ് ആര്യൻ ചെയ്ത കുറ്റം. ആര്യനെ പൊതിരെ തല്ലി. മാത്രമല്ല സോഫയിൽ കിടന്ന അവന്റെ 2 കാലുകളും പൊക്കിയെടുത്ത് ഇയാള് നിലത്തടിച്ചു. നിലവിട്ട് അവൻ താഴെ വീണു. എന്നിട്ടും അരുണിന്റെ ദേഷ്യം അടങ്ങിയില്ല. നിലത്ത് വീണ് കിടന്ന ആര്യനെ അവൻ ചവിട്ടി മെതിച്ചു. വീണ്ടും ആര്യന്റെ കാല് തൂക്കിയെടുത്ത് നിലത്തിട്ടടിച്ചു. ഈ സമയം അത്രയും അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ത്രീ റിയാക്ട് ചെയ്തില്ല. പിന്നീട് ആര്യന് അനക്കമില്ലാതായപ്പോഴാണ് അവര് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത് മാത്രമല്ല ഈ 7 വയസ്സുകാരനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 4 വയസ്സുള്ള ആരിഷിനെ ആ വീട്ടില് പൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ അരുൺ ആനന്ദിനെയും അഞ്ജനയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 9 ദിവസത്തെ തീവ്ര പരിചരണത്തിൽ കഴിഞ്ഞതിന് ശേഷം ആര്യൻ എന്ന ആ 7 വയസ്സുകാരൻ 10ാമത്തെ ദിവസം മരണപ്പെട്ടു. കൂടുതൽ അന്വേഷണത്തിൽ അരുൺ ആനന്ദ് ഒരു ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കുന്നു. അവന്റെ പാരന്റ്സ് ബാങ്ക് എംപ്ലോയീസ് ആയിരുന്നു. ഉദ്യോഗത്തിലിരിക്കെ തന്നെ അവന്റെ അച്ഛൻ മരണപ്പെടുന്നു. ആ ജോലി പിന്നീട് അരുൺ ആനന്ദിന് ലഭിച്ചു. എന്നാൽ ജോലിയിൽ കയറി 1 വർഷം പോലും അവൻ സർവീസിലിരുന്നില്ല. ജോലി ചെയ്യാണ്ട് ക്രിമിനൽ കാര്യങ്ങളായിരുന്നു ഇയാള് ചെയ്തത്. ധാരാളം അടിപിടി കേസുകളും മർഡർ കേസുകളും. തിരുവനന്തപുരത്തെ 4ഓളം പോലീസ് സ്റ്റേഷനുകളിൽ ഏകദേശം 7ഓളം കേസുകൾ അരുൺ ആനന്ദിന്റെ പേരിലുണ്ട്. കൂട്ടത്തിൽ ഒരു കൊലക്കേസും. അത് മാത്രമല്ല അഞ്ജനയുടെ ഇളയ കുട്ടി ആരിഷ് പോലീസിനോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. തന്റെ അച്ഛൻ ബിജു മരിക്കുന്നതിന് മുൻപ് അമ്മ 1 ഗ്ലാസ് പാല് ബിജുവിന് കുടിക്കാൻ കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അച്ഛന് നെഞ്ചുവേദന വന്നത് എന്ന്. അങ്ങനെ അഞ്ജനയെ കാര്യമായിട്ട് തന്നെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചെയ്യലിൽ മറ്റൊരു കാര്യമായിരുന്നു തെളിഞ്ഞത്. അത് അഞ്ജനയും ഭർത്താവ് ബിജുവും തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്തെ തന്നെ അരുൺ ആനന്ദുമായിട്ട് അഞ്ജനയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷമാണ് ബിജു തൊടുപുഴയിലേക്ക് താമസം മാറിയതും അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും. എന്നിട്ടും അരുൺ ആനന്ദും അഞ്ജനയും തമ്മിലുള്ള ബന്ധം തുടർന്നു. ഈ ഒരു വിവരം ബിജു കാര്യമായിട്ട് തന്നെ വിലക്കിയിരുന്നു. ഇനി ഒരിക്കലും അരുൺ ആനന്ദിനോട് സംസാരിക്കരുതും കാണരുത് എന്നും ബിജു വിലക്കിയിരുന്നു. പക്ഷെ അഞ്ജനയ്ക്ക് ഇതൊന്നിനും സാധ്യമായിരുന്നില്ല. അങ്ങനെയാണ് ബിജുവിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അരുൺ ആനന്ദിന്റെ പ്ലാൻ പ്രകാരം അഞ്ജന വിഷം ചേർത്ത പാല് ബിജുവിന് കുടിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ബിജുവിനെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കില് കൊണ്ടുചെന്നാക്കുന്നു. അവിടെ വെച്ച് അവിടുത്തെ ഡോക്ടറിനെ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് എന്ന് റിപ്പോർട്ട് എഴുതിച്ചു. ബിജുവിന്റെ മരണശേഷം കൃത്യം 1 മാസം കഴിഞ്ഞ് അഞ്ജനയും അരുൺ ആനന്ദും ഒരുമിച്ച് താമസം തുടങ്ങി. എന്നാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ ഒരു കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ അഞ്ജനയും ഈ 2 മക്കളും വളരെ ഹാപ്പി ആണെന്ന് അറിഞ്ഞപ്പോൾ ബന്ധുക്കൾ അധികം പ്രശ്നമുണ്ടാക്കാനൊന്നും പോയില്ല. പക്ഷെ കൂടെ താമസിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അരുൺ ആനന്ദിന്റെ സ്വഭാവം മാറി തുടങ്ങി. ഈ കുട്ടികളോടും അമ്മയോടും വളരെ ക്രൂരമായി തന്നെ പെരുമാറാനും തുടങ്ങി. ഏതായാലും ക്രിമിനലായ തന്റെ കാമുകന്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവള് സ്വന്തം ഭർത്താവിനെ കൊന്നു. അതിനുശേഷം താൻ പെറ്റ 2 മക്കളെയും ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും അവർക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് തന്റെ കാമുകന്റെ കൂടെ താമസിക്കണമെന്ന ഒറ്റ ചിന്തയിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ഇവർക്ക് 2 പേർക്കും നീതിപീഠം നല്ലൊരു പാഠം പഠിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ വേറൊരു ട്രൂ സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.